നാരദ മഹർഷി ഒരിക്കൽ ഗുരുവായൂരപ്പനോട് ചോദിച്ചു, അല്ല ഗുരുവായൂരപ്പ, എല്ലാവരും പറയുന്നുണ്ട് അവിടുത്തെ മായ എല്ലാവരെയും മുഗ്ധരാക്കുന്നതാണ്, എനിക്ക് ഈ മായ ഒന്ന് അറിയണമെന്നുണ്ട്. ഭഗവാൻ എന്ത് ചെയ്തു? സാധാരണ ചെയ്യണമല്ലോ, ഒന്നും മറുപടി പറഞ്ഞില്ല, ഒന്ന് പുഞ്ചിരിച്ചു. ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടക്കുക, നല്ല വെയിലാട്ടോ, ചങ്ങനാശ്ശേരി കൂടെ നടക്കുക. ആര്? നാരദ മഹർഷിയും ഭഗവാനും കൂടി ആണ് പറയാം. ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി. നടന്നു പോയി കഴിഞ്ഞപ്പോ വീടുകളൊന്നും അടുത്ത് കാണില്ല. അപ്പൊ പെട്ടെന്ന് ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ സാധാരണ വിശപ്പും ദാഹമൊന്നുമില്ല, ഭഗവാൻ അഭിനയിക്കുകയാണല്ലോ. ഭഗവാൻ പറഞ്ഞു, അല്ല നാരദരെ, എനിക്ക് ഭയങ്കര ദാഹം, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം കേട്ടോ. അടുത്താണെങ്കിൽ ഒരു കിണറും ഇല്ല, പൈപ്പും ഇല്ല, വീടും ഇല്ല, ഒന്നുമില്ല. നാരദ മഹർഷി എന്ത് ചെയ്തു? ഭഗവാൻ ദാഹിക്കുകയും, എന്റെ യജമാനാണല്ലോ ഭഗവാൻ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ മരിക്കും. ആരെ? നാരദ മഹർഷി. അത്ര ഇഷ്ടം, അത്ര പരമപ്രേമമാണ് ഭക്തി എന്ന് പറഞ്ഞാൽ, പരമപ്രേമമാണ്, അത്ര സ്നേഹ ഭഗവാനോട്. അങ്ങനെയുള്ള നാരദ മഹർഷി പറഞ്ഞു, ഭഗവാൻ ഒന്നും കൂടി നോളി, മരിച്ചോട്ടിൽ നോളി, നല്ല മരം കൊണ്ട് അവിടെ നോളി, ഞാൻ ഇപ്പൊ വെള്ളം കൊണ്ടുവരാന്ന് പറഞ്ഞ ഏറ്റ ഓട്ടാ ഓടി നടന്ന് അങ്ങ് ദൂരത്തേക്ക് അങ്ങ് ചെന്ന് അവസാനം ദൂരെ ഒരു ഗ്രാമം, ഒരു പച്ചപ്പ് കണ്ടു. അവിടെ ഒരു പൈപ്പിൻ ചോട്ടിൽ നല്ല വെള്ളം ഉണ്ടെന്ന് തോന്നി. അവിടേക്ക് ഓടി ചെന്നപ്പോ തൊട്ടിയൊന്നുമില്ല. പെട്ടെന്ന് പണ്ടൊക്കെ അങ്ങനെ ഓരോരുത്തരും തൊട്ടി കൊണ്ടുവന്നിട്ടാ വെള്ളം കോരുക വീട്ടിൽ നിന്ന്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ അതിസുന്ദരിയായ ഒരു അപ്സരസിനേക്കാൾ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി. കണ്ണുകളാണെങ്കിലും താമര ഇതളുകൾ പോലെ, ചുണ്ടുകളാണെങ്കിലും പുഞ്ചിരിക്കുന്ന, എപ്പോഴും നല്ല പറഞ്ഞറിയിക്കാനാവാത്ത ദിവ്യതയാകുന്ന സൗന്ദര്യത്തിന്റെ ഒരു തിടമ്പാകുന്ന ഒരു തരുണീരത്നം, ഒരു യുവതി അവിടേക്ക് വരുന്നു. നാരദ മാഷ് പറഞ്ഞു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു, അത്തിരി വെള്ളം കുടിക്കാൻ കിട്ടുമോ? അതിനെന്താ, വെള്ളം കോരിത്തരാം. വെള്ളം കോരുന്ന സമയത്തൊക്കെ നാരദ മഹർഷിയുടെ ശ്രദ്ധ എവിടെയാ? ഈ സുന്ദരിയായ യുവതിയില. വെള്ളം കോരി കൊടുത്തു. വെള്ളം കോരി കയ്യിലോട്ട് ഒഴിച്ചു കൊടുത്തപ്പോ നല്ല അവൾ ഒഴിച്ചു കൊടുത്തോണ്ടാണോ തോന്നുന്നു ആ വെള്ളത്തിന്റെ പ്രത്യേക സ്വാദ്. നല്ലപോലെ വെള്ളം കുടിച്ചു. അപ്പൊ കൃഷ്ണന്റെ കാര്യം പറഞ്ഞു. കൃഷ്ണൻ അവിടെ വെള്ളം താഴ്ചിരിക്കുന്ന കാര്യം പറഞ്ഞു. ആദ്യം വെള്ളം കുടിച്ചു, തന്റെ പരവേശം മാറ്റി. അദ്ദേഹം ചോദിച്ചു, എവിടെ വീട്, എന്താ പേര്, വിശേഷങ്ങൾ ചോദിച്ചു. അവസാനം എന്തായി? അവര് തമ്മിൽ നല്ല ഫ്രണ്ട്സായി. പക്ഷെ എവിടെ വീടെന്ന് ചോദിച്ചു. അവിടെ കുറച്ചെടുത്ത അവളുടെ പുറകെ പോയി. നേരെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ നല്ല മര്യാദ. അവര് വേഗം തന്നെ മനുഷ്യ വിളിച്ച് അകത്ത് കയറ്റി ഇരുത്തി. ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. ഉമ്മർത്തിരുത്തി വേണ്ട ഉപചാരങ്ങളൊക്കെ നൽകി വിശേഷമൊക്കെ പറഞ്ഞ് എന്തിനേറെ കഥ പറയണം. കുറച്ച് കഴിഞ്ഞപ്പോ നാരദ മഹർഷി ചോദിച്ചു, ഊണൊക്കെ കഴിഞ്ഞപ്പോ നല്ല മുറുക്കാനൊക്കെ കൂട്ടി, നല്ല മാമ്പഴ പുളിശ്ശേരിയും നല്ല നാരങ്ങ കറിയും നല്ല എലിശ്ശേരിയൊക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ചപ്പോ അവളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയത്, അതിനൊക്കെ പ്രത്യേക സ്വാദ്. കഥ പോണേ കൂടാന്ന് മനസ്സിലായില്ലേ? കുറച്ച് കഴിഞ്ഞപ്പോ മഹർഷി എന്ത് പറഞ്ഞു? എനിക്ക് വേറെ വീടും കൂടിയൊന്നും ഇല്ല, ഒന്ന് വിവാഹം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. അവളെ എനിക്ക് നന്നേ ബോധിച്ചു. താൻ ആരാണെന്നും മറന്നുപോയി, കൃഷ്ണൻ അവിടെ ഇരിക്കുന്ന കാര്യം മറന്നുപോയി, വെള്ളദാഹം, വെള്ളം എന്തിനാ വന്ന പർപ്പസും മറന്നുപോയി, വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. കഥ ഇങ്ങനെ പോണേ. ഞാൻ പറഞ്ഞ കഥയല്ല കേട്ടോ, ഇത് വിവേകാനന്ദ സ്വാമി ബ്രിട്ടനിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള കഥയാ. മായ എന്താന്നുള്ളത് നല്ല മനോഹരമായി കഥ. നേരെ വിവാഹം കഴിച്ചു. 10 കുട്ടികളാ. അപ്പൊ ഒരു ഉടമ്പടി വെച്ചു അമ്മായിയപ്പൻ. എന്താ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇട്ടിട്ട് പോയേക്കരുത്, ഇവരുടെ കൂടെ ഞങ്ങളുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കണം. ഒരുപാട് കൃഷി, ഏക്കർ കണക്കിന് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലെ കർമ്മപ്രാരബ്ധം, മുഴുവൻ കൃഷിയും പശുക്കളും എല്ലാം നോക്കി നടത്തി അവിടെയോട് കൂടി വിവാഹം കഴിച്ചു. 10 കുട്ടികളെ കിട്ടി അങ്ങനെ സുഖമായിട്ട് ജീവിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗംഭീരമാകുന്ന ഒരു മഴ. നമ്മുടെ 2018 വന്നില്ലേ, അതുപോലൊരു വെള്ളപ്പൊക്കവും മഴയും ഇവിടെ വന്നു. വീടൊക്കെ ഇല്ല, ഉരുൾപൊട്ടൽ കണ്ടിട്ടില്ലേ, ഇതുപോലെ ഇടിച്ചു പൊളിച്ചു പോകാം. എന്തൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്? നെല്ല് സംരക്ഷിക്കണോ, വീട്ടിലുള്ള സാധന സാമഗ്രികൾ സംരക്ഷിക്കണോ, ഭാര്യയെ സംരക്ഷിക്കണോ, കുട്ടികൾ എല്ലാം വാരി എടുക്കാവുന്നതൊക്കെ എടുത്ത് ചെങ്ങാടമൊക്കെ ഉണ്ടാക്കി, ചെങ്ങാടമൊക്കെ തവിട് പൊടിയായി. ഒരു കൈ കൊണ്ട് വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോകുന്ന ഭാര്യയെ പിടിക്കുമ്പോൾ മറ്റേ കൈയിൽ മൂത്ത മോൻ മൂത്ത മോനെ പിടിക്കുമ്പോൾ രണ്ടാമത്തെ മോൻ പോകും. എന്തിനേറെ ഈ വെള്ളപ്പൊക്കത്തിൽ കിടന്ന് വെള്ളം കുടിച്ചു വലഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് വിഷമിച്ച് നാരദ മഹർഷി തന്റെ കയ്യിലുള്ള 10 കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ടു, സുന്ദരിയായ ഭാര്യയെ നഷ്ടപ്പെട്ടു, സ്ഥാനങ്ങളും വീടും ഭൂമിയും കരയും എല്ലാം നഷ്ടപ്പെട്ട് എങ്ങനെയോ നീന്തി 3-4 ദിവസം ഒഴുകി മരണം എത്താത്തത് കൊണ്ടും അദ്ദേഹം പോയി ഒരു കരക്കടിഞ്ഞു അവിടെ നിന്ന് കരയാ. ആര്? മഹർഷി കരയിൽ കയറുന്ന കരഞ്ഞോണ്ടിരിക്കുക. പെട്ടെന്ന് പുറകിൽ വളരെ ചിരപരിചിതമായ ഒരു ശബ്ദം, തോളത്തൊരു തണുത്ത കയ്യും. അല്ല നാരദരെ, വെള്ളം കൊണ്ടുവരാൻ മറന്നു, ഞാൻ എത്ര നേരമായി വെള്ളം ദാഹിച്ചിരിക്കുകയാണ്. കണ്ണു തുറന്നപ്പോ വെള്ളപ്പൊക്കവും ഇല്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇത്ര നേരം കണ്ടത് എന്തായിരുന്നു? ഒരു സ്വപ്നമായിരുന്നോ? ഇനി ഞാൻ ബാക്കിയുള്ളത് നിങ്ങൾക്ക് വിട്ടുതരാം. ഫുഡ് ഫോർ തോട്ട്, ചിന്തിച്ചോളൂ. ഈ കഥയിട്ട് ശരിക്കും ഒന്ന് ചിന്തിച്ചോളൂ.